എല്ലാവരും ഒരു പ്രശ്നമാണല്ലോ അല്ലേ, മുഖത്ത് ചുളിവുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ മുഖത്ത് ചുളിവുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി 5 സിമ്പിൾ മസാജാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് മൂലം നമ്മുടെ സ്കിന്നിന്, നമ്മുടെ ഒരു ചെയ്യുന്ന ഒരു ഭാഗത്ത് നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അതുമൂലം നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കം കിട്ടുകയും നമ്മുടെ ആ ഒരു എപ്പോഴും രക്തയോട്ടം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ് സ്കിന്ന് നല്ല യങ് ആയിട്ടിരിക്കാൻ സഹായിക്കുന്നു. അടിപൊളി 5 മസാജാണ് കാണിക്കുന്നത് കേട്ടോ. ഹലോ ചക്കരകളെ, എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമ്മുടെ ഫേസിൽ റിങ്കിൾസ് കുറയ്ക്കാനായിട്ടുള്ള ഒരു 5 സിമ്പിളായിട്ടുള്ള മസാജ് കാണിച്ചു തരാം. ഇത് നമ്മൾ റൊട്ടീനായിട്ട് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുഖത്തെ റിങ്കിൾസൊക്കെ കുറഞ്ഞിട്ട്, അതായത് നമ്മുടെ ആ ഒരു മുഖത്ത് ആ ഒരു തുടിപ്പും കാര്യങ്ങളും വരും. അതുപോലെ തന്നെ റിങ്കിൾസ് കുറയാനും അതുപോലെ തന്നെ മുഖത്തിന് നല്ല തിളക്കം കിട്ടാനും സഹായിക്കുന്ന അടിപൊളി 5 മസാജാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും റൊട്ടീനായിട്ട് തന്നെ ചെയ്തോളൂ, നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. കാരണം നമ്മുടെ ഒരു നമുക്കൊരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങളും മാറി മാറി ചെയ്താൽ മാത്രമേ നമുക്ക് മുഖത്തെ റിങ്കിൾസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റത്തുള്ളൂ. കൊളോജൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ടും മെലാനിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ടും ഒക്കെയാണ് നമ്മുടെ ഒരു ഫേസിൽ റിങ്കിൾസ് വരുന്നതും. അതുപോലെ തന്നെ ആ മെലാനിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ആ മുഖത്തെ ഡാർക്ക് സ്പോട്ടും കലകളും ഒക്കെ വരികയും പിഗ്മെൻറ്റേഷനും ഒക്കെ വരികയും ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മുഖം എന്നും യങ് ആയിരിക്കാനായിട്ട് തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും മാറി മാറി ചെയ്യണം. ഇപ്പം ഞാൻ കാണിക്കുന്ന ഒരു 5 മസാജാണ്, സിമ്പിളായിട്ടുള്ള മസാജാണ് കേട്ടോ, എളുപ്പം നിങ്ങൾക്ക് ചെയ്യാവുന്ന മസാജാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേറെ ഒന്നും വേണ്ട, കുറച്ച് മോയ്സ്ചറൈസർ, ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ നിങ്ങൾക്ക് സ്യൂട്ടാകുന്ന ഏതെങ്കിലും ഓയിലി സ്കിന്നോ ഡ്രൈ സ്കിന്നോ കോമ്പിനേഷൻ സ്കിന്നോ ഇങ്ങനത്തെ നിങ്ങളുടെ സ്കിന്നിലേക്ക് ഓൾ ടൈപ്പ് സ്കിന്നിൻ്റെ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അപ്പം ഇപ്പോൾ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ ബീട്രൂട്ടിൻ്റെ ഹൈഡ്രാഫുൾ ലൈറ്റ് വെയ്റ്റ് മോയ്സ്ചറൈസറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ടാഗ് ചെയ്തേക്കാം. ഇത് ഓൾ ടൈപ്പ് സ്കിന്നാണ്, എല്ലാവർക്കും ഉപയോഗിക്കുന്നതാണ്. നല്ലൊരു മോയ്സ്ചറൈസർ ആട്ടോ, ഞാനിപ്പോൾ ഒരു 1-2 മാസമായിട്ട് ഉപയോഗിക്കുകയാണ്. നല്ലൊരു മോയ്സ്ചറൈസറാണ്, പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിലോട്ട് നന്നായിട്ട് അബ്സോർവ് ആകുന്ന നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ ടാഗ് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ ആ മോയ്സ്ചറൈസർ തന്നെ തേച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഫേസിലോട്ട് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു 5 മസാജ് ആട്ടോ. അപ്പോൾ കഴുത്തിലൂടെ നമുക്ക് ഒന്ന് അപ്ലൈ ചെയ്യുക. തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മുഖത്തോടെ ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഈ കൈ കൊണ്ട് നമ്മൾ ഈ ഒരു മസാജ് മേളിലോട്ട് തന്നെ കൊടുക്കുക. മേളിലോട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യുക. വീണ്ടും നമ്മൾ കഴുത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കഴുത്തിൻ്റെ അവിടെ നിന്ന് മേളിലോട്ട് മസാജ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചെയ്യുക. വീണ്ടും ഇങ്ങനെ നമ്മളൊരു 5 വട്ടം ചെയ്യണം കേട്ടോ. 5 വട്ടം ചെയ്യുക. നെക്സ്റ്റ് സൈഡ് അതുപോലെ തന്നെ എടുത്തിട്ട് നമ്മളിങ്ങനെ കൊണ്ടുവന്നിട്ട് വീണ്ടും ഇനി നമ്മൾ 2 സൈഡിലും 5 വട്ടം ചെയ്യുക. അടുത്ത് നമ്മൾ ഫ്രണ്ട്, ഇപ്പോൾ 2 സൈഡും നമ്മൾ ചെയ്തു, ഇനി ഫ്രണ്ട് ചെയ്യുകയാണ്. ഇനി നമുക്ക് നടുക്ക് ചെയ്യാം. നല്ല രീതിയിൽ നമ്മുടെ കഴുത്തിൻ്റെ ചുളിവൊക്കെ മാറാൻ സഹായിക്കുന്ന സിമ്പിൾ മസാജാണ് ഇത്. നമ്മളൊരു 5 വട്ടം ചെയ്യുക. 5 വട്ടം ചെയ്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ എടുക്കുക. താഴെ ഇങ്ങനെ 5 വട്ടം ചെയ്യുക, എന്നിട്ട് മേളിലോട്ട് ഇങ്ങനെ ചെയ്യുക. പിന്നെ 2 സൈഡിലോട്ടും താഴെ നിന്ന് ഇങ്ങനെ കൊണ്ടുവരിക, മേളിലോട്ട് കൊണ്ടുവരിക, 2 സൈഡിലോട്ടും ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ ഒരു 5-6 വട്ടം ചെയ്യാം നമുക്ക് കേട്ടോ. ഇനി അടുത്ത മസാജ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു സൈഡ് ഇവിടുത്തെ നമ്മുടെ ഒരു സ്മൈൽ ലൈൻ മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടുന്ന് മേളിലോട്ടൊരു മസാജ് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കൈ ഇങ്ങനെ തിരിച്ച് ഒരു കൈ ഇങ്ങനെ പിടിക്കുക, ഒരു കൈ തിരിച്ചും പിടിച്ചതിന് ശേഷം ഇങ്ങനെ കൊടുക്കുക. ഇത് ഒരു 5-6 വട്ടം കൊടുക്കുക. വീണ്ടും നെക്സ്റ്റ് അടുത്തത്
കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കുക, ചൂണ്ടുവിരൽ കൈ ഇങ്ങനെ പിടിച്ചതിന് ശേഷം രണ്ട് സൈഡിലോട്ടും ഇങ്ങനെ ഒരു 5-6 മസാജ് മാക്സിമം ചെയ്തുള്ളൂ. ഈ ഒരു മസാജ് സിമ്പിൾ മസാജാണ്. ഇത് നമ്മൾ പതിവായി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല തിളക്കവും റിങ്കിൾസ് കുറയാനായിട്ട് ഫൈൻ ലൈൻ കുറയും, കഴുത്തിൻ്റെ ചുളിവ് കുറയും. അത് റുട്ടീനായിട്ട് ചെയ്യാവുന്ന സിമ്പിൾ മസാജാണ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന 5 മസാജാണ് കാണിച്ചത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കണം. ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് നിർത്താം. നമ്മൾ പ്രഷർ പോയിന്റ് കൊണ്ടുവന്ന് ടച്ച് ചെയ്ത് നിർത്തുക. അപ്പോൾ ഈ ഒരു മസാജ് ചെയ്യുമ്പം നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് കൂടും. അപ്പോൾ എന്താണ്, സ്കിന്നിന് നല്ല തിളക്കവും ഒരു റിങ്കിൾസൊക്കെ നന്നായിട്ട് കുറയാനും സഹായിക്കുന്നു. അപ്പോൾ ഈ ഒരു മസാജ് നിങ്ങൾ ഒരു 30 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവരൊക്കെ ആഴ്ചയിൽ 2 വട്ടം ചെയ്തു പോവുക. ഒരു 40 വയസ്സിന് ശേഷമുള്ള ആൾക്കാരെല്ലാം റെഗുലറായിട്ട് തന്നെ ഈ ഒരു മസാജ് ചെയ്തു പോകാൻ മറക്കല്ലേ. നല്ലൊരു റിസൾട്ടാണ്. സിമ്പിളായിട്ടുള്ള മസാജല്ലേ കാണിച്ചത്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാവേ.